ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ. രാവിലെ മുതൽ രാത്രിയാവുന്നത് വരെ ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ടി വി ചാനലുകളിലും പത്രങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചർച്ച. വേറൊരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമില്ല. 24 മണിക്കൂർ മനുഷ്യന്മാർ ഇതിൻ്റെ പിന്നിലാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമാ മേഖലയിൽ ഇത്തരം വൃത്തികെട്ട വാർത്തകൾ നാം കേൾക്കേണ്ടി വരുന്നത് എന്നൊരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ സമൂഹത്തിൽ മിക്കവാറും എല്ലാ ദുഷിച്ച സംസ്കാരങ്ങളും പടർത്തി വിടുന്നത് സിനിമയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കൊലപാതകങ്ങൾക്ക് വേണ്ടി സിനിമയെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. എങ്ങനെ കൊലപാതകം നിർവഹിക്കാം, അതുപോലെ തന്നെ കൊള്ള, ബാങ്ക് കൊള്ള മുതൽ ഭവനഭേദനം വരെ, അല്ലെങ്കിൽ വീട് കയറിയുള്ള മോഷണം, ഇതൊക്കെ തന്നെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള വിദ്യകളൊക്കെ പഠിക്കുന്നത് സിനിമകളിലൂടെയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ മിക്കവാറും ഇത്തരം കുറ്റകൃത്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നവർ അവർ പറയുന്നത്, ഞങ്ങൾ ഈ ഇന്ന സിനിമ കണ്ടതിലൂടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പ്രചോദനം ലഭിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനം കിട്ടിയത് സിനിമയെന്നാണെന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഒട്ടുമിക്ക രംഗങ്ങളിലും അവസ്ഥ. ഇപ്പോൾ ബലാത്സംഗം, സ്ത്രീ പീഡനം, ഇതിലൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട് മനുഷ്യന്മാരെ ഇത്തരം വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് നയിക്കുന്നതിൽ. അപ്പോൾ ഇവിടെ പ്രശ്നം, ഈ സിനിമയിൽ കുറേ നടിമാർ, പിന്നെ പുരുഷ നടന്മാർക്കെതിരിൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആരോപണം ഉന്നയിച്ചാൽ മതി. പക്ഷേ ഈ ആരോപണത്തിന് വിധേയരായ ആളുകളുണ്ടല്ലോ, അവർക്കിപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. അവരെ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല, പിന്നെ ടി വി ചാനലുകളിൽ അവരുമായുള്ള അഭിമുഖങ്ങളോ അല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടുന്നില്ല. എങ്ങോ പോയി ഒളിക്കേണ്ട ഒരവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നൊരു വേള ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ടായ കാരണം, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഈ പറഞ്ഞ നടിമാർ തന്നെയാണല്ലോ. അവർ മൂലമാണല്ലോ ഇവർക്ക് ഇങ്ങനൊരു ഗതികേട് വന്നത്. എന്ന് വെച്ചാൽ ഞാൻ സ്ത്രീകളെ അല്ലെങ്കിൽ നടിമാരെ ഒന്നിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഒരു പുനർചിന്തനത്തിന് വേണ്ടി പറയുന്നതാണ്. അതായത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കർശനമായ നിയമമുണ്ട്, സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കരുത്. അവരവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല, പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവർ പുറത്ത് പോകുമ്പോൾ പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ്, ഇപ്പം നമുക്കറിയാമല്ലോ പല സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണ രീതിയൊക്കെ പലതുമൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിലാണ് അവർ മിക്കവാറുമൊക്കെ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുരുഷന്മാരെ ആകർഷിക്കുന്നതാണ്. പുരുഷന്മാരങ്ങേയറ്റം ആകർഷിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണത്. ഇപ്പോൾ കണ്ണൂട്ടന്മാരല്ലാത്ത എല്ലാവരും ഒരു വട്ടം നോക്കിപ്പോകും എങ്ങനെയായാലും. അപ്പോൾ ഒന്നത്. പിന്നെ മറ്റൊന്ന്, ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്, കർശനമായ നിർദ്ദേശമാണ് ഈ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒറ്റക്ക് പോയിരിക്കരുത് എന്നുള്ളത്. കൂടെ ആരെങ്കിലും ഉണ്ടാകണം. അവളുടെ അച്ഛനോ അമ്മയോ ആങ്ങളെയോ ഭർത്താവോ ആരെങ്കിലും കൂടെ ഉണ്ടാകണം. ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ ഒറ്റക്ക് സ്ത്രീയെ വിട്ടുകൊടുക്കുക, ഒരു യുവതിയെ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല. ഇവിടെ ഇപ്പോൾ പല കേസുകളിലും സ്ത്രീകൾ ഒറ്റക്ക് പോവുകയാണ്.
ഈ പറഞ്ഞ നടന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ സംവിധായകന്മാരുടെ അടുത്തൊക്കെ ഒറ്റക്ക് താമസിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒറ്റക്ക് രാത്രി ഒക്കെ കഴിച്ചു കൂട്ടേണ്ടി വരുന്നൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് ആ സ്ത്രീയോടൊപ്പം അല്ലെങ്കിൽ ആ നടിയോടൊപ്പം അവരുടെ അച്ഛനോ അമ്മയോ ആങ്ങളെയോ അതുപോലുള്ള ഭർത്താവ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ചില കേസുകളിൽ ചില നമ്മൾ കേൾക്കുന്നുണ്ടായി, അതായത് പിന്നെ അമ്മമാർ വിട്ടുകൊടുക്കുകയാണത്രേ തൻ്റെ മകളെ, എങ്ങനെയെങ്കിലും ഒരു ചാൻസ് മേടിച്ചു കൊടുക്കണം സിനിമയെന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കണം. അത് ചെയ്യാൻ പാടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീ സമൂഹം അല്ലെങ്കിൽ ഇതേപോലുള്ള നടിമാരൊക്കെ വേണ്ട രീതിയിൽ അവരുടെ സൗന്ദര്യവും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചതിയിൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ചെന്നപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾ നേരത്തെ മുൻകൂട്ടി കാണേണ്ടതുണ്ട്, ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒറ്റക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവർ പുറത്ത് കാണിക്കാതിരിക്കുക. പിന്നെ മറ്റൊന്ന്, സിനിമയിൽ നിന്നാണ് പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അവരുടെ സംസ്കാരം അനുകരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം, നടിമാർ ധരിക്കുന്ന പല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ഉണ്ടല്ലോ, അവരുടെ സൗന്ദര്യമൊക്കെ പുറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സിനിമാ ലോകത്തും അത് വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ നടന്മാരുടെ അല്ലെങ്കിൽ സംവിധായകരുടെ ഒക്കെ ഇടയിൽ ആണിപ്പോൾ ഉള്ളത്. ഇത് സമൂഹത്തിൽ ഇപ്പോൾ പിന്നെ സിനിമാ ലോകത്ത് മാത്രമല്ല അതല്ലാത്ത രംഗങ്ങളിലും സ്ത്രീപീഡനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സ്ത്രീകൾ പാലിക്കേണ്ട ചില ചിട്ടകളും മര്യാദകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പരിപൂർണമായ അവരത് പാലിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ്.